പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം പോലും കരളിനും വയറിനും കേടാണ്. അതായത് നമ്മൾ പാചകം ചെയ്ത് അപ്പം കഴിച്ചോണം, 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചോളണം. അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം 2 മണിക്കൂർ കൊണ്ട് തണുക്കുന്നതോടെ ബാക്ടീരിയകൾ ഭയങ്കരമായിട്ട് ഇതിൽ പെരുകും, അമിതമായിട്ട് പെരുകും. ഓരോ 20 മിനിറ്റിലും ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 10,000 ലക്ഷക്കണക്കിനായിട്ട് ഇങ്ങനെ പെരുകി നമ്മുടെ വയറിന് കൈകാര്യം ചെയ്യാൻ അറിയാം. ബാക്ടീരിയ കയറിയാലും വൈറസ് കയറിയാലും. ബാക്ടീരിയയും വൈറസും കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണ്? അല്ല അല്ല അല്ല, അത് പ്രപഞ്ചത്തിൽ മുഴുവനുള്ളതാണ്. പക്ഷേ അത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. മനസ്സിലായി. ഇപ്പോൾ വയറ്റിലേക്ക് ഭക്ഷണം ചെല്ലുമ്പോൾ അതിൽ ബാക്ടീരിയ ഉണ്ടാകും. പക്ഷേ ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയിട്ട് ദഹനരസങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ അറിയാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വൈറൽ ലോഡ്, ബാക്ടീരിയൽ ലോഡ് ഉണ്ടെങ്കിൽ അതിൽ കുറേ ചെറുകുടലിലേക്ക് കയറും. അവിടെ സ്റ്റെറിലൈസ്ഡ് ഏരിയ ആയിരിക്കണം. അപ്പോൾ ഇരിക്കേണ്ടിടത്ത് അതിനെ ഇരുത്താൻ കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ മിതമായ ആഹാരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതുപോലുള്ള പ്രയാസങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു. അതുപോലെ ഫ്രഷായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സാധ്യത തീരെ കുറഞ്ഞു.